ഗുഡ് ഈവനിങ്, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ ഇനിയുള്ള ഒരു മണിക്കൂർ നേരം അത് ജനകീയ വാർത്താ മണിക്കൂറിന് നേരമാണ്. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങൾ അത് നേരിട്ട് മനസ്സിലാക്കിയ ശേഷം അത് അധികൃതരുടെ മുന്നിലേക്ക് വെക്കുക, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും പരിഹാരം ഉണ്ടാകുന്ന അത്രയും സമയം ഈ വാർത്തയുമായി മുന്നോട്ട് പോകാനുള്ള ഉത്തരവാദിത്വം അത് 24-നുണ്ട് എന്ന കാര്യം പൊതുജനങ്ങൾക്ക് ഇതിനോടകം അറിയാം. അപ്പോൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി നമ്മൾ ആരംഭിക്കുകയാണ് പൊതുജനം കഴുതില്ല സാർ എന്ന പരിപാടി. ഒരു മാധ്യമ നിലയിൽ 24 കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകുമെന്ന ഉറപ്പോടെയാണ് നമ്മൾ തുടങ്ങുന്നത്. പൊതുജനം കഴുതില്ല സാർ. പൊതുജനം കഴുതയല്ല സാർ എന്നും ഓർമ്മിപ്പിക്കുന്ന കാര്യം ഒരിക്കൽ കൂടി പറയുന്നു. പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിച്ച് അവരുടെ ജനകീയ പ്രശ്നങ്ങൾ എന്താണ്, നാട്ടിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറയാം. ആശങ്കകളും പരാതികളും അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ എത്തിക്കുകയും ചെയ്യും. ഇതായി സ്ക്രീനിൽ തെളിയുന്ന ഈ നമ്പറിലേക്ക് പ്രേക്ഷകർക്ക് ഇപ്പോൾ വിളിച്ചു തുടങ്ങാം. 048428305110 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാം. ഇനി അതല്ല, ഈ വാർത്തകളൊപ്പം ദൃശ്യങ്ങൾ അത് വാട്സാപ്പിൽ അയക്കാനുള്ള സൗകര്യം കൂടിയുണ്ട്. അതിന്റെ നമ്പർ കൂടി ഈ ദൃശ്യങ്ങൾ ഈ കാർഡിലുണ്ട്. അത് 6235968937 എന്നതാണ് വാട്സാപ്പ് നമ്പർ. പലപ്പോഴും ഈ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരുപാട് കോളുകൾ എത്താറുണ്ട്. അത് കോളുകൾ സ്വീകരിക്കാനുള്ള നമ്പറല്ല, വാട്സാപ്പിൽ ദൃശ്യങ്ങളും ഒപ്പം തന്നെ വാർത്തകളും അറിയാനുള്ള നമ്പറാണ്. അപ്പോൾ അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ആരും അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന പരാതിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് വിളിക്കേണ്ട നമ്പർ താഴെ കാണുന്ന 04842843 ഒപ്പം 305110 എന്ന നമ്പറാണ്. വാട്സാപ്പ് നമ്പറാണ് നിങ്ങൾക്ക് ദൃശ്യങ്ങളും വാർത്തകളും അയക്കാനുള്ള നമ്പർ. അപ്പോൾ അത് രണ്ടും അങ്ങോട്ട് മാറിപ്പോകരുത് എന്ന കാര്യം കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. ആദ്യ വാർത്തയിലേക്ക് പോവാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ 3-ാം പട്ടികയിലും അപാകത ആരോപിക്കുകയാണ് ആക്ഷൻ കൗൺസിലുകൾ. പട്ടികയിൽ ഉൾപ്പെടേണ്ട പലരും ഉൾപ്പെട്ടില്ല എന്ന പരാതി വീണ്ടും ഉയരുന്നു. മുണ്ടക്കൈ പ്രദേശത്ത് ഇനി ജനജീവിതം സാധ്യമല്ല എന്നും ഈ മേഖലയിലുള്ള എല്ലാവരെയും ഈ പട്ടികയിലേക്ക് പരിഗണിക്കണമെന്നും ആക്ഷൻ കൗൺസിലുകൾ ആവശ്യപ്പെടുന്നുണ്ട്. പുനരധിവാസത്തിന്റെ 3-ാം ഘട്ട പട്ടിക പുറത്തു വന്നപ്പോൾ അർഹരായ പലരും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന പരാതിയാണ് ഉയരുന്നത്. പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉൾപ്പെടുന്നവർ ഈ കൂട്ടത്തിൽ പെടുമെന്നാണ് ആരോപണം. ദുരന്തബാധിതരുടെ അവസാന പട്ടിക വന്നു. പടവട്ടിക്കുന്നും അട്ടമലയും അടക്കമുള്ള പ്രദേശങ്ങൾ ദുരന്തബാധിത പട്ടികയിലില്ല. മുണ്ടക്കൈ പ്രദേശത്ത് പലരും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട്. 2-3 ഘട്ട പട്ടികയിലെ പരാതികൾ സ്വീകരിക്കാൻ നടപടിയൊരുക്കിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. അവസാന ഘട്ട പട്ടികയിൽ 70 കുടുംബങ്ങൾക്ക് പുറമെ 16 കുടുംബങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്ന ശുപാർശ സർക്കാരിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. പട്ടികയിൽ അപാകതയുണ്ടെന്ന് ജനശബ്ദം ആക്ഷൻ കൗൺസിൽ. മുണ്ടക്കയിലെ ഭൂരിപക്ഷം നല്ലൊരു ശതമാനം ആളുകൾ അവിടെ തിരിച്ചുപോയി താമസിക്കേണ്ട അവസ്ഥ. അട്ടമല പ്രദേശത്തെ ആളുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതും അപൂർണമായ ലിസ്റ്റാണ്. എന്താണ് ഗവൺമെൻറ് ഇങ്ങനെ ചെയ്യുന്നതെന്നറിയില്ല. ഈ 7 മാസം കഴിഞ്ഞു, ഇനി ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ പോലും ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അങ്ങേറ്റം കഴിവുകേടാണെന്ന് തന്നെ പറയേണ്ടി വരും. മുണ്ടക്കൈയിൽ ഇനി ജനജീവിതം സാധ്യമല്ലെന്നും എല്ലാ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തണമെന്നും ജനകീയ സമിതിയും ആവശ്യപ്പെടുന്നു. ഞങ്ങൾക്ക് ഈ ലിസ്റ്റ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കാരണം ഞാൻ അംഗീകരിച്ചിട്ട് കാര്യമില്ല. ഒരാൾ ഒറ്റയ്ക്ക് അവിടെ നിർത്തിയിട്ട് പോകാൻ കഴിയില്ല. ആന, പുലി എല്ലാം ഉള്ള സ്ഥലം. അതുകൊണ്ട് ഈ ലിസ്റ്റ് അവരെ പരിപൂർണമാകണമെങ്കിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകണം. പട്ടികയിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി പരാതി നൽകാൻ ദുരന്തബാധിതർ ഒരുങ്ങുന്നുണ്ട്. നടപടിയായില്ലെങ്കിൽ സമരം എന്നാണ് ആക്ഷൻ കൗൺസിലുകളുടെ മുന്നറിയിപ്പ്. അവസാനമായി പുറത്തിറങ്ങിയ 2 പട്ടികയിലും ആക്ഷേപം ഉന്നയിക്കാൻ അവസരമുണ്ട്. അർഹരായ ഒരു കുടുംബം പോലും ഈ പട്ടികയിൽ നിന്ന് പുറത്തു പോകില്ല എന്നാണ് സർക്കാരിന്റെ നിലപാട്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ഇനി കഴിഞ്ഞ ദിവസം നമ്മളെയൊക്കെ ഭീതിപ്പെടുത്തിയ ഒരു വാർത്തയിലേക്കാണ്. ആലപ്പുഴയിലെ ബൈപ്പാസ് നിർമ്മാണത്തിനിടെ ആ ഗഡർ തടർന്നു വീഴുന്ന ദൃശ്യങ്ങൾ ഞെട്ടലോടെയാണ് നമ്മൾ എല്ലാവരും കണ്ടത്. അപ്രതീക്ഷിതമായി വലിയ ശബ്ദത്തോടെ അടർന്നു വീണ ഗഡറുകൾ, അതുണ്ടാക്കിയ ആഘാതം, അതിന് ഞെട്ടൽ ഇതുവരെയും യാത്രക്കാർക്കും നാട്ടുകാർക്കും വിട്ടുമാറിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അപകടത്തിന് ശേഷം ആരും പാലത്തിന് താഴെ ഇപ്പോൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നില്ല. പലരും ഭയന്ന് പാലത്തിന് താഴെയുള്ള റോഡിലൂടെയുള്ള യാത്രയും ഇപ്പോൾ ഇല്ല, അതൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണെന്നാണ് ആലപ്പുഴയിൽ മനീഷ് മഹിപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഭീതി വേണ്ട എന്നാണ് ദേശീയപാത അതോറിറ്റി അധികൃതർ അറിയിക്കുന്നത്. എന്താണ് ആ അപകടശേഷം അവിടുത്തെ അവസ്ഥ എന്ന് നോക്കാം. 3 ആഴ്ചയ്ക്ക് മുൻപ് സ്ഥാപിച്ച ഗർഡറുകൾ 30 അടി ഉയരത്തിൽ നിന്നാണ് തകർന്നു വീണത്. 4 ഗർഡറുകൾ തകർന്നു വീണപ്പോൾ ഉണ്ടായ കോൺക്രീറ്റ് അവശിഷ്ടം 5648 ഘനയടിയാണ്. ആഘാതത്തിൽ സമീപത്തെ 3 വീടുകൾക്ക് വിള്ളലുണ്ടായി. ബൈപ്പാസ് നിർമ്മാണ മേഖലയിലൂടെ പോകാൻ പോലും ഭയക്കുകയാണ് ഇപ്പോൾ യാത്രക്കാർ. ഇതിന്റെ മുകളിൽ കൂടെ ഈ കണ്ട ജനങ്ങൾ കംപ്ലീറ്റ് എറണാകുളം
തിരുവനന്തപുരം പോകേണ്ടത്. ഇതിപ്പം സത്യം പറഞ്ഞാൽ പേടിയാണ്. എങ്ങനെ പോകാനുണ്ട്? ഇതെന്താണ് ഈ കാണുന്നത്? എല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴ്ത്തു വീണ് കിടക്കുന്നത്. എന്താ സേഫ്റ്റി ഉള്ളത്? ഇതിൻ്റെ അടിയിൽ കൂടെ തന്നെ പോകാൻ പേടിയായിപ്പോൾ. എങ്ങനെ പോകും? സത്യം പറഞ്ഞാൽ ഇതിലെ കൂടെ വന്നപ്പോൾ ഞാൻ സെൻറ്റർ പിടിച്ചാൽ പറയാം, പേടി അപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാലോ. ആലപ്പുഴ ബീച്ചിൽ ഉല്ലസിക്കാനെത്തുന്നവർ കടുത്ത വെയിലിൽ നിന്ന് മോചനം തേടി മേൽപ്പാലത്തിന്റെ താഴ്ഭാഗത്താണ് വിശ്രമിക്കുന്നത്. വിനോദസഞ്ചാരത്തിനെത്തുന്നവരുടെ വാഹനങ്ങളും ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. പാലത്തിന്റെ താഴെയുള്ള പാതയാണ് പ്രഭാത സവാരിക്കും തിരഞ്ഞെടുക്കുന്നത്. ഒരാൾക്ക് പോലും പോറലുണ്ടാകാതെ എങ്ങനെ അപകടം ഒഴിവായി എന്ന് പലർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ ഭാഗത്തായതുകൊണ്ട് വലിയ അപകടം ഉണ്ടായില്ല. നേരെ ഇത് അപ്പുറത്തോട്ട് വല്ല ആണെങ്കിൽ വണ്ടി എത്രയോ വണ്ടിയാണ് അതിൻ്റെ മുകളിൽ അടിയിൽ കൊണ്ടുവന്നിടുന്നത്. ഇത് വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. ഇത് ശരിക്കും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമാണ് ഇതിപ്പോൾ. തീർച്ചയായിട്ടും ഇത് വ്യക്തമായ നടപടി ഇതിന്റെ പിന്നിലുണ്ടാകണം. അവധി ദിനമായ ഞായറാഴ്ച തകർന്നു വീണ ഗർഡറുകൾക്ക് താഴെ നിരവധി വാഹനങ്ങളായിരുന്നു പാർക്ക് ചെയ്തിരുന്നത്. ഒഴിവായത് വലിയ ദുരന്തമാണ്. സംഭവത്തിന് പിന്നിൽ ഉദ്യോഗസ്ഥരും കരാറുകാരും ചേർന്നുള്ള അഴിമതിയാണെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നുമാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിശോധനയോ ശാസ്ത്രീയമായ പഠനമോ നടത്തിയിട്ടുണ്ടോ എന്നുള്ള വലിയ സംശയം ഇപ്പോൾ ഇതോടുകൂടി ദൃഢനോ മൂലമായിരിക്കും. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് ഇതിന് നിവൃത്തി ഉണ്ടാകണം. ആ നിവൃത്തി ഉണ്ടാകാതെ പോയാൽ ഭാവിയിൽ വലിയ ദുരന്തം ഉണ്ടാകുമോ എന്ന് ഭയക്കുന്നു. അന്വേഷണം ആവശ്യപ്പെട്ട് KC വേണുഗോപാൽ MP കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകി. കോഴിക്കോട് NITയിൽ നിന്നുള്ള വിദഗ്ധ സംഘമടക്കം എത്തി പരിശോധന നടത്തും. റെയിൽവേ എഞ്ചിനീയർമാർ ഉൾപ്പെട്ട സമിതിയുടെയും വിദഗ്ധ അഭിപ്രായം തേടും. 2 ദിവസങ്ങൾക്കകം അപകട കാരണം സംബന്ധിച്ച് റിപ്പോർട്ട് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറും. ഗർഡറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് യോജിപ്പിക്കുന്നതിന് മുൻപ് ഓരോ ഗർഡറുകളെയും ബലപ്പെടുത്തി നിർത്താൻ ഭാരമേറിയ കമ്പികൾ കൊണ്ട് പരസ്പരം വലിച്ചുറപ്പിക്കാറുണ്ട്. പാലവും തൊട്ടുമുന്നിലെ ഗർഡറും തമ്മിലുള്ള ജോയിന്റ് കോൺക്രീറ്റ് ചെയ്ത ശേഷം മാത്രമേ ഇത് നീക്കം ചെയ്യാറുള്ളൂ. എന്നാൽ തകർന്ന നിർമ്മാണത്തിൽ ഈ രീതിയിൽ വലിച്ചു കെട്ടിയില്ല എന്നത് അപകട കാരണമായി എന്നാണ് പ്രധാന വിലയിരുത്തൽ. വീഴ്ചയുടെ ഉഗ്രശബ്ദത്തെക്കാൾ ആശങ്കയിലായത് നാട്ടുകാരാണ്. എന്നാൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നാണ് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കുന്നത്. രാജ്യത്തെ എല്ലായിടത്തും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സാങ്കേതികത്വമാണ് ഇവിടെയും ഉപയോഗിച്ചത്. എങ്കിലും ഇതിനു മുൻപ് ഉണ്ടാകാത്ത ഒരു അപകടവും വീഴ്ചയും എങ്ങനെ ഉണ്ടായി എന്ന് ദേശീയപാത അതോറിറ്റി പരിശോധിക്കുകയാണ്. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24. പൊതുജനം കഴുതയല്ല സാർ. ആ ഗർഡറുകൾ തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവും എത്രമാത്രം വലിയൊരു ദുരന്തമാണ് ഒരു തലനാരിഴയ്ക്ക് അകന്നു പോയത് എന്നുള്ളത്. സാധാരണഗതിയിൽ അതൊരു ബീച്ചിന്റെ ഓരമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും അവിടെ ആൾക്കാർ ഉണ്ടാകാറുണ്ട്. നേരത്തെ റിപ്പോർട്ടിൽ കണ്ടതുപോലെ അവിടെ വാഹന പാർക്കിംഗ് നടത്തുന്ന ഏരിയയുമാണ്. പക്ഷേ ഇന്നലെ ഈ ഇടിഞ്ഞു വീഴുന്ന സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഭാഗ്യമായത്, ആശ്വാസമായത്. ആർക്കും ജീവഹാനി എന്നല്ല, ഒരു പരിക്ക് പോലും ആർക്കും ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസമാണ്. പക്ഷേ ഇന്നലെ അവിടെ ഒരു വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നുവെങ്കിൽ അതൊരു വലിയ വലിയ ദുരന്തത്തിന് വഴിവെച്ചെന്നതാണ് യാഥാർത്ഥ്യം. വലിയൊരു അപകടമാണ് ഈ രീതിയിൽ ഒരു തലനാരിഴയ്ക്ക് ഒഴിവായി പോയത്. അപകടത്തിൽ ഒരു വിഭാഗം ഞെട്ടൽ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ അത്തരം പ്രതികരണങ്ങൾ കണ്ടതുമാണ്. എന്നാൽ നിർമ്മാണത്തിലെ ചെറിയ പിഴവാണ് ഈ അപകടത്തിന് കാരണമായത് എന്ന് പറഞ്ഞ് പക്ഷം പിടിക്കുന്നവരുമുണ്ട്. എന്താണ് അവിടുത്തെ നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് നോക്കാം. ദൈവം കാത്ത ഇപ്പോൾ ആളിൽ ഇവിടെ ആരും ഇല്ലായിരുന്നല്ലോ. സാധാരണ പിന്നെ നോയമ്പ് മാസമൊക്കെ ആയതുകൊണ്ട് ആളില്ല. അല്ലെങ്കിൽ നോയമ്പ് ഫാസ്റ്റിങ്ങിൻ്റെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ രാവിലെ ആൾക്കാരൊക്കെ നടക്കിൻ്റെ അടി കൂടെ ഒക്കെ നടക്കുന്നതല്ലേ. അത് ദൈവം കാത്ത വലിയൊരു അപകടമല്ലേ. ആള് ഒരു വലിയ പോയി പോകുന്നില്ല. ചെറിയൊരു പാവപ്പുഴ എന്താ പറ്റി അങ്ങനെ അവർ ഇത്രയും നാളെല്ലാം പണിതല്ലേ. അവരെ കംപ്ലീറ്റ് ഇതിൻ്റെ ബാധിക്കുന്നതല്ലേ. ഒറ്റപ്പെട്ട സംഭവമായിട്ട് കൂട്ടാം. അതായത് ബലക്ഷയത്തിൻ്റെ ഒന്നും വിഷയം വരുന്നില്ല ഇത്, അല്ലേ. ഇപ്പം ഞാനിപ്പോൾ എല്ലാ ദിവസവും ഈ കടപ്പുറത്ത് വരുന്നവനാണ്. അപ്പോൾ ഇത് വീഴണമെങ്കിൽ ഓരോന്നോരോന്നും ഒടിഞ്ഞൊടിഞ്ഞ് വീഴണം. പിന്നെ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരല്ലേ പാർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പാർക്ക് ചെയ്യും. ആ ഒരു പേടി ഇവരെപ്പോഴും കെയർഫുള്ളായിട്ട് തന്നെ ചെയ്യുന്നതാണ്. സംഭവിച്ചതെന്ന് പറയാൻ നേരത്തെ ഇത് പൊക്കി വെച്ചപ്പോൾ ഒരെണ്ണത്തിന്റെ ബാലൻസ് പോയതാണ് സംഭവം. ഒരെണ്ണം ബാലൻസ് പോയാൽ അതിലേക്ക് വീണതാണ് സംഭവം. ഇല്ല, അവരുടെ കുഴപ്പമില്ല, അങ്ങനെ ആയിരിക്കും. എന്താ വെച്ചാൽ ഇത്ര ഒരു ചെയ്തുകൊണ്ട് വന്നിട്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. നല്ല സ്ട്രോങ് പണിയൊക്കെയാണ്. പക്ഷേ എന്താണ് സംഭവിച്ചത് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ലല്ലോ. അപ്പോൾ ആ രീതിയിലാണ് നാട്ടുകാർ പറയുന്നത്. രണ്ട് പക്ഷത്തുമുള്ള ആൾക്കാർ നമ്മൾ കണ്ടു. ഇത്രയും നാൾ ഇതേ ഗഡറുകൾ അവിടെ ഉണ്ടായിരുന്നു. തകർന്നു വീണത് കഴിഞ്ഞ ദിവസമാണ്. അതിൻ്റെ ആ ഒരു ഭാഗ്യം ആണെന്ന് പറഞ്ഞു ഒഴിയുന്ന ഒരുപാടുണ്ട്. എന്തായാലും രാജ്യത്തെല്ലായിടത്തും ഇതേ നിർമ്മാണ പ്രവൃത്തിയാണ് നടത്തുന്നതെന്ന് പറയുന്നു ദേശീയപാത അതോറിറ്റി. പക്ഷേ അപ്പോൾ എങ്ങനെയാണ് ഈ ഗർഡറുകൾ ഈ രീതിയിൽ തകർന്നു വീണത് എന്നത് വിവരിക്കേണ്ടവർ തന്നെയാണ്. അതിലൊരു വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയൊരു ദുരന്തം ഒഴിവായി പോയി. അതിൻ്റെ ആശ്വാസം പ്രേക്ഷകരും നമ്മുടെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്. നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് വരാം. സംസ്ഥാനത്തെ വന്യമൃഗ മനുഷ്യ സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തിന്റെ പലയിടത്തു നിന്നും അത്തരം വാർത്തകൾ ദിനംപ്രതി വരുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ആനയെ കണ്ട് ഭയന്നോടിയ വയോധികൻ കുഴഞ്ഞു വീണു മരിച്ചത്. സംഭവം നടന്നത് കോതമംഗലം കൂവക്കണ്ടത്താണ്.
ആനപ്പിടിയിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് കോട്ടപ്പടി കൂവക്കണ്ടത്തെ പ്രദേശവാസികൾ. വന്യജീവി ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള വഴി പോലും ഇവിടെയില്ല എന്നതും ഈ സാഹചര്യത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഒരു പ്രതിവിധിയില്ല, ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ആന 10, 20, 25 എണ്ണമൊക്കെ ഒന്നിച്ചാണ് വന്നത്. അത് കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ആന ഓടിച്ചാലും വരെയും പോകില്ല. എല്ലാ ദിവസവുമല്ല, ഓരോ മണിക്കൂറിലും വീട്ടിലേക്ക് കാട്ടാനകൾ കടന്നെത്താവുന്ന സാഹചര്യമാണ് കൂവക്കണ്ടത്തുള്ളത്. 50-ലധികം കുടുംബങ്ങളാണ് ജീവൻ പണയം വെച്ച് ഇവിടെ ഇപ്പോഴും കഴിയുന്നത്. ഇന്നലെ വൈകിട്ട് 7:30യോടെയാണ് സംഭവം. കൃഷിയിടത്തിലെത്തിയ ആന വീട്ടുമുറ്റത്തേക്ക് കയറാൻ ശ്രമിച്ചതോടെയാണ് കുഞ്ഞപ്പൻ പ്രാണരക്ഷാർത്ഥം ഓടിയത്. പിന്നാലെ കുഴഞ്ഞു വീണു. ഇപ്പം ഇന്നലെ ഈ പറയുന്ന സംഭവം ഉണ്ടായതിന് ശേഷം ഈ വീടിൻ്റെ തൊട്ടടുത്തൊരു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടി ഉണ്ടായിരുന്നുകൊണ്ടാണ് കൊണ്ടുപോകാൻ സാധിച്ചത്. നിലവിൽ നമ്മുടെ അടുത്തേക്ക് വണ്ടി വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒന്നും വരുമൊന്നുമില്ല. മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെ അടുത്ത് എത്ര പറഞ്ഞാലും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനുവദിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് റോഡ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കില്ലാത്തതാണ്. 19 വീട്ടുകാർ താമസിക്കുന്ന ഒരു ഏരിയയാണ്. 50ഓളം കുടുംബങ്ങൾ താമസമുണ്ട് ഇവിടെ. പലയിടങ്ങളിലും ഫെൻസിംഗ് ഇല്ല. അടിയന്തര ഘട്ടത്തിൽ ആശുപത്രിയിൽ പോകാൻ റോഡ് പോലുമില്ല. ഈ ആന ഇവിടെ വന്നിരിക്കുന്നത് പൂയാംകുട്ടി കാടുകളിൽ നിന്നാണ്. പൂയാംകുട്ടി കാടുകളിൽ നിന്ന് ആന വരാൻ കാരണം പൂയാംകുട്ടി കാടുകളിലെ ആനവേട്ട നിന്നുപോയി. കോടനാടും കോന്നിയിലും ആനയെ പിടിച്ചുകൊണ്ടിരുന്നു ഇണക്കി വളർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ആനപിടുത്തം നിന്നുപോയി. ആ ആന കൊമ്പെടുക്കുന്നത് നിരോധിച്ചോടുകൂടി കംപ്ലീറ്റ് ആനപിടുത്തവും ആനവേട്ടം നിന്നു. 15ഓളം കാട്ടാനകൾ സ്ഥിരമായി എത്താറുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇതിനു മുൻപും ആളുകൾക്ക് കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അടിയന്തര ഘട്ടത്തിൽ ആശുപത്രിയിലേക്ക് പോകാൻ ഒരു വഴി പോലും കൂവക്കണ്ടത്തുകാർക്കില്ല. നിരവധി തവണ രാഷ്ട്രീയ പ്രവർത്തകരോടും ജനപ്രതിനിധികളോടൊക്കെ ആവർത്തിച്ച് പറഞ്ഞെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഈ കാട്ടാനപ്പേടിയിൽ ഭയന്നു വിറച്ച് ജീവിക്കുകയാണ് ഇവിടെ. അടുത്തതാരെന്ന ചോദ്യവുമായി. കൊച്ചിയിൽ നിന്ന് നിഖിൽ നിലക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. വയനാട് വൈത്തിരിയിൽ 2 നില കെട്ടിടത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്ന ഒരു കാട്ടുപോത്ത്. വൈകിട്ടോടെയാണ് ദേശീയപാതയോട് ചേർന്ന കെട്ടിടത്തിന്റെ മുകളിൽ ഈ കാട്ടുപോത്ത് എത്തിയത്. നാട്ടുകാർ ശബ്ദമുണ്ടാക്കിയതോടെ ഇറങ്ങിയത് കാട്ടിലേക്ക് മറയുകയും ചെയ്തു. സുജിത്ത് അയ്യപ്പത്താണ് കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ടെലിഫോൺ ലൈനിൽ ചേർന്നത്. സുജിത്ത്, എന്താണ് സംഭവം? ഇങ്ങനെയൊരു കഥ ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സാധാരണ നാട്ടിലെ മൃഗങ്ങൾക്ക് പോലും ഈ സ്റ്റെപ്പിലൂടെ കോവണിപ്പടി കയറി മുകളിലേക്ക് എത്തുക പ്രയാസമാണ്. ഇതൊരു കാട്ടുപോത്താണ് ഈ രീതിയിൽ 2 നില കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിൽ എത്തിയത്. ഇത് ഏത് വഴി കയറി പറ്റിയവിടെ? പ്രജിൻ, ഇന്നലെ അർദ്ധരാത്രിയിൽ ഒരാൾ എന്നെ വിളിച്ചിരുന്നു, ഒരു ദൃശ്യം നൽകി. അത് ആ കാട്ടുപോത്ത് തന്നെയാണ്. ഈ കാട്ടുപോത്ത് അത് ആ കാട്ടുപോത്തിന്റെ ദൃശ്യമായിരുന്നു. ദേശീയപാതയിലുടനീളം അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും പാഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കാട്ടുപോത്തിന്റെ സാന്നിധ്യം വൈത്തിരി മേഖലയിലുണ്ട്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കഥ മാറിയത്. ഉച്ചയ്ക്ക് ശേഷം ഇത് ദേശീയപാതയോട് ചേർന്നുള്ള ഒരു 2 നില കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിന് മുകളിലാണ് കാട്ടുപോത്ത് കയറി നിൽക്കുന്നത്. ആ ദൃശ്യം നാട്ടുകാർ പകർത്തുകയായിരുന്നു. പക്ഷേ ആളുകൾ ബഹളം വെച്ചതോടെ ഇത് കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങി നേരെ കാട്ടിലേക്ക് മറയുകയാണ്. മേഖല എന്ന് പറയുന്നത് ഫോൺ ലൈനിൽ ചെറിയൊരു വ്യക്തത കുറവുണ്ട്. അതുകൊണ്ട് സുജിത്ത് പറയുന്നത് കൃത്യമായിട്ട് അങ്ങോട്ട് വ്യക്തതയോടുകൂടി കേൾക്കുന്നില്ല. എന്തായാലും സുജിത്ത് പറഞ്ഞനുസരിച്ച് ഇന്നലെ രാത്രി വേറൊരാൾ ഒരു ദൃശ്യം അയച്ചു തരുന്നു, ഒരു കാട്ടുപോത്തിന്റെ. ആ കാട്ടുപോത്ത് തന്നെയാണ് ഇത് എന്നാണ് സുജിത്ത് പറഞ്ഞത്. പക്ഷെ അതെങ്ങനെ അവിടെ കയറിപ്പറ്റി എന്നതിൽ നമുക്ക് എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകില്ല. നാട്ടുകാർ ശബ്ദം വെച്ചു, അപ്പം തന്നെ അത് ഇറങ്ങി കാട്ടിലേക്ക് ഓടി മറയുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊരു വാർത്തയിലേക്കാണ്. എറണാകുളം പെരുമ്പാവൂർ ഏർബൻ സഹകരണ സംഘത്തിലെ കോടികളുടെ ക്രമക്കേടിൽ കോൺഗ്രസ് നേതാവടക്കം 2 പേർ അറസ്റ്റിലായിരിക്കുന്നുവെന്ന വാർത്ത ഇപ്പോൾ വരുന്നു. മുൻ പ്രസിഡന്റ് രാജൻ, മുൻ സെക്രട്ടറി രവികുമാർ എന്നിവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. തട്ടിപ്പിന് ഇരയായവരിൽ അതിഥി തൊഴിലാളികളും ഉൾപ്പെടുന്നുണ്ട്. YS അഭിനന്ദാണ് കൊച്ചിയിൽ നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്. അഭി, ഇത് അങ്ങനെയെങ്കിൽ ഇതൊരു വലിയ തട്ടിപ്പാണ്. 100 കോടിയിലധികം രൂപയുടെ ഒരു ക്രമക്കേട് നടന്നു, സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്ന് മനസ്സിലായിട്ടുണ്ട്. എറണാകുളം പെരുമ്പാവൂർ ഏർബൻ സഹകരണ സംഘത്തിലാണ് ഈ കോടികളുടെ ക്രമക്കേട് ഉണ്ടായിരിക്കുന്നത്. അതിൽ കോൺഗ്രസ് നേതാവ് അടക്കമാണ് ഇപ്പോൾ അറസ്റ്റിലായത്. എന്താണ് വിവരങ്ങൾ?
പ്രജിൻ, പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘത്തിൽ കോടികളുടെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവടക്കം 2 പേരെയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇവരെ മൂവാറ്റുപുഴ കോടതിയിൽ എത്തിച്ചപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. മുൻ പ്രസിഡന്റ് രാജൻ, മുൻ സെക്രട്ടറി രവികുമാർ എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. മുൻ ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറിമാരും ചേർന്നാണ് ഈ 100 കോടിയിലധികം വലിയൊരു തട്ടിപ്പ് നടത്തിയത്. ഇതിനകത്ത് അതിഥി തൊഴിലാളികളും ഈ തട്ടിപ്പിനിരയായിട്ടുണ്ട്. ഇവർ മുൻകൂർ ജാമ്യത്തിനായി നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ ഹൈക്കോടതി ഇവരുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കിയ സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് നടപടികളിലേക്ക് അടക്കം കടന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ 2 പേരെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ തൃപ്പൂണിത്തുറ ഓഫീസിൽ ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇനി കൂടുതൽ എത്ര പേരെയാണ് തട്ടിപ്പിൽ ഇരയാക്കിയത് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കിയിരിക്കുകയാണ്. ജോയിന്റ് രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ടിൽ മുൻ സെക്രട്ടറിയുടെയും നിലവിലെ സെക്രട്ടറിയുടെയും അടക്കം ഏതാണ്ട് 33.34 കോടി രൂപയുടെ പിഴ ഇപ്പോൾ ചുമത്തിയിട്ടുമുണ്ട്. പ്രജിൻ, ശരി, എന്തായാലും വലിയ തട്ടിപ്പാണ് ഉണ്ടായത്. ഈ അതിഥി തൊഴിലാളികളടക്കം ഈ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ട് എന്ന കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. അതിൽ വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ അത് വലിയ സംഖ്യയാണ്. അതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണത്തിൽ മാത്രമാണ് പുറത്തു വരിക. YS അഭിനന്ദാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. തൃശൂർ വരവൂർ പഞ്ചായത്തിൽ അറവ് മാലിന്യ പ്ലാന്റിനെതിരെ വലിയ പ്രതിഷേധമുയരുന്നുണ്ട്. പ്ലാന്റിലേക്ക് അനുമതി ലംഘിച്ച് മാലിന്യം എത്തിച്ച വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞു. ഈ പ്രതിഷേധത്തിനിടെ ഒരു പ്രദേശവാസിക്ക് പരിക്കേറ്റു. പ്രവർത്തനാനുമതി ഇല്ലാതെ ട്രയൽ റൺ നടത്താനുള്ള നീക്കമാണ് കമ്പനി നടത്തിയത് എന്നാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം. പലകുറി ജനകീയ പ്രതിഷേധങ്ങൾ കണ്ടതാണ് വരവൂർ. ഇതുവരെയും അറവ് മാലിന്യ പ്ലാന്റിന് പ്രവർത്തനാനുമതി ലഭിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കെയാണ് രാത്രി മറയാക്കി ഇന്നലെ മാലിന്യങ്ങൾ എത്തിക്കുന്നതും ട്രയൽ റൺ നടത്തുന്നതും. വരവൂരിൽ ജനവാസ മേഖലയിൽ അറവു മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ ദീർഘനാളായി നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. പ്ലാന്റിന് പ്രവർത്തനാനുമതി ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതിനിടെയാണ് ഇന്നലെ രാത്രിയോടെ 3 വാഹനങ്ങളിൽ അറവു മാലിന്യം പ്ലാന്റിലേക്ക് എത്തിച്ചത്. ഇതോടെ വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞിട്ടു. ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പഞ്ചായത്തിന്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്നത് അവർ അനുമതി കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. കമ്പനി പ്രവർത്തനം ആരംഭിച്ചു. അതിലേക്ക് കൊണ്ടുവന്ന മാലിന്യ വണ്ടി മണ അടിച്ചുകൊണ്ട് നാട്ടുകാർ തടഞ്ഞിട്ടു. ഒരു വണ്ടി അതിനകത്തേക്ക് പോയി, 2 വണ്ടികൾ ജനങ്ങൾ തടഞ്ഞിട്ടു. പോലീസ് വന്ന് കമ്പനി അധികൃതരും പോലീസും കൂടി ഈ വണ്ടി മാലിന്യ പ്ലാന്റിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി. യാതൊരു തരത്തിലുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള പിന്തുണയും ഈ പ്ലാന്റിനില്ല. എല്ലാവരും ഈ പ്ലാന്റിനെതിരാണ്. പോലീസ് ഇടപെട്ട് നടത്തിയ ചർച്ചയെ തുടർന്ന് വാഹനവും മാലിന്യവും പിന്നീട് മടക്കി കൊണ്ടുപോയി. അനുമതി ലഭിക്കുന്നതിന് മുൻപ് ട്രയൽ റൺ നടത്തിയ നീക്കം ചട്ടവിരുദ്ധമെന്ന് വരവൂർ പഞ്ചായത്ത് അധികൃതർ പ്രതികരിച്ചു. ജനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യത്തിനും ഭരണസമിതി കൂട്ടുനിൽക്കില്ല. ഇവിടെ കണ്ടത് തീർച്ചയായിട്ടും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ്. ഇത് ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്. ഇത് ബന്ധപ്പെട്ട അധികാരികളെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ്. അപ്പോൾ തീർത്തും ജനങ്ങൾക്ക് ദോഷകരമായ ഒരു കാര്യത്തിനും കൂട്ടുനിൽക്കില്ല. ഒപ്പം ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിയമവിധേയമായ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പ്ലാന്റ് വീണ്ടും പ്രവർത്തിപ്പിക്കാനുള്ള നീക്കമുണ്ടായാൽ ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. പ്ലാന്റ് യാഥാർത്ഥ്യമായാൽ സ്വൈര്യജീവിതം തന്നെ അസാധ്യമാകുമെന്നാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ശാസ്ത്രീയമായ രീതിയിൽ പ്രവർത്തിക്കുന്ന അറവു മാലിന്യ പ്ലാന്റുകൾ ഉണ്ട് എന്ന മാതൃകയാണ് അധികൃതരും മുന്നോട്ട് വയ്ക്കുന്നത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി, 24. പൊതുജനം കഴുതയല്ല സാർ. ഈ പ്ലാന്റിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ആ നാട്ടിൽ നടന്നതാണ്. എങ്കിലും ഈ പ്രവർത്തനാനുമതി ഇല്ലാതെ എങ്ങനെയാണ് ഈ മാലിന്യം അവിടെ കൊണ്ട് തള്ളിയത് എന്ന കാര്യത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് മനസ്സിലാവുന്നുമില്ല. എന്തായാലും ഈ അറവു മാലിന്യ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ ഇനിയും നീക്കമുണ്ടായാൽ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുമെന്നാണ് അവിടുത്തുകാർ പറയുന്നത്. എന്താണ് നാട്ടുകാർക്ക് കൂടുതൽ അഭിപ്രായമുള്ളത് നോക്കാം. നമ്മുടെ പഞ്ചായത്ത് സംവിധാനം അനുസരിച്ച് ഭരിക്കുന്നവനെടുക്കുന്ന തീരുമാനം ചിലപ്പോൾ അധികമായിരിക്കും. അതെല്ലാ മെമ്പറും അറിഞ്ഞോളണമെന്നില്ല. ചില കർശനമായി തീരുമാനമെടുക്കുന്ന സെക്രട്ടറിമാരുണ്ടെങ്കിൽ മാത്രമാണ് മറ്റുള്ള മെമ്പർമാരെ അറിയുള്ളൂ. അല്ലെങ്കിൽ കമ്മിറ്റി തീരുമാനം കഴിഞ്ഞ് പോയതിനു ശേഷം മിൻസ് അന്ന് അപ്പോൾ ക്ലോസ് ചെയ്യണില്ല, പിന്നീടാണ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ആ തീരുമാനം പിന്നീട് കയറി വന്നാൽ ആ തീരുമാനമായിട്ട് പോകും, ആരും അറിയില്ല. പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇന്നത്തെ അജണ്ട എന്താ? ഇന്നത്തെ അജണ്ട ഹരിതകർമ്മസേനയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു അജണ്ട വെച്ചിട്ടുള്ളത്. ആ അജണ്ട വയ്ക്കുമ്പോൾ ഇവിടെ വരൂർ പഞ്ചായത്തിൽ പാലക്കാട് ജില്ല, കോഴിക്കോട് ജില്ല തുടങ്ങിയ മറ്റ് ജില്ലകളിൽ നിന്നുള്ള മാലിന്യം ഇവിടെ കൊണ്ടുകൊണ്ട് സംസ്കരിക്കാനുള്ള പരിപാടിയാണ് പഞ്ചായത്ത്. അതാണ് പഞ്ചായത്തിൻ്റെ ഇരട്ടത്താപ്പ്. ഞങ്ങൾക്ക് വേണ്ടത് എന്താ വെച്ചാൽ വരുന്ന തലമുറകൾക്ക് ഇവിടെ ജീവിക്കണം. അതിനുള്ള മാർഗം എല്ലാം കൂട്ടി എല്ലാ ഭരണകൂടത്തിനും എല്ലാവർക്കും അത് കഴിയണം. അതാണ് നമുക്ക് ആവശ്യം. പ്ലാന്റ് ഞങ്ങളുടെ തീരുമാനം ഇവിടെ വരണ്ടെന്നാണ് പ്ലാന്റ്. ഇവിടെ നമുക്ക് വീട് താമസിക്കണമല്ലോ ഇവിടെ അടുത്തൊക്കെ. അപ്പോൾ അത് കാരണം എൻ്റെ നമ്മുടെ ഫുള്ള് മുഹൂർത്തം എല്ലാവർക്കും എൻ്റെ പ്ലാന്റ് ഇവിടെ വരണ്ടെന്നാണ് ഉദ്ദേശം. ഞാൻ ഈ നാട്ടിലാരാണ്ട് ഇവിടെ സ്ഥലം മേടിച്ചതാണ്.
പക്ഷേ ഞാനും വാങ്ങുന്നില്ല. കാര്യം ഈ മാലിന്യ പ്ലാന്റ് വന്നുകൊണ്ട് ഞാൻ വരവൂരേക്ക് സ്ഥലം മേടിക്കുക. എന്താണെന്നറിയാം, ഇവിടെ ഇത് വന്ന് ശ്വസിച്ചിട്ട് എനിക്ക് ശ്വാസം കഴിയാനായിട്ട് ഞാൻ വരവൂരേക്ക് പോവുക. എന്തായാലും അതിലും പ്രതികരണങ്ങൾ ഒരുപാട് നമ്മുടെ കമന്റ് ബോക്സിലും വരുന്നുണ്ട്. ഈ ഷാഫി വീണ്ടും പറയുന്നു, ഷാഫി കൊമ്മേരി എന്ന് പറയുന്ന പ്രേക്ഷകൻ, ഈ മാലിന്യം പ്രശ്നം അതാത് പഞ്ചായത്തുകൾ ഇടപെട്ട് പരിഹരിക്കേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. ആ രീതിയിൽ പഞ്ചായത്ത് പറയുന്നുണ്ട് അങ്ങനെ ഒരു പ്രവർത്തനാനുമതി ഇല്ല ആ പ്ലാന്റിന്, പക്ഷേ അവിടെ മാലിന്യം കൊണ്ട് തള്ളിയതാണ് ഇപ്പോൾ ജനങ്ങളെ ചൊടിപ്പിച്ചതും ഈ രീതിയിലുള്ള പ്രതികരണം പുറത്തുവരാൻ കാരണവും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സൂരജ് തൃശ്ശൂരിൽ നിന്നും പങ്കുവയ്ക്കുന്നുണ്ട്. അവിടെ കുന്നംകുളത്ത് ഉത്സവത്തിനിടെ വീണ്ടും ഒരു ആന ഇടഞ്ഞു എന്ന വാർത്ത വരുന്നു. തടത്താവിള ശിവൻ എന്ന് പറയുന്ന ഒരു കൊമ്പനാനയാണ് ഇടഞ്ഞതെന്ന് പറയുന്നു. ഇപ്പോഴും ഈ പാപ്പാന്മാരും ഈ എലിഫന്റ് സ്ക്വാഡും ഒക്കെ ഇവിടെ ഈ ആനയെ തളക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഏതാണ്ട് വൈകിട്ട് 6:40 ഈ ആന ഇടഞ്ഞത് എന്ന് പറയുമ്പോൾ അല്പസമയം മുൻപാണ് ഈ സംഭവം എന്നുകൂടി മനസ്സിലാക്കുന്നു. എഴുന്നള്ളിപ്പിനിടെ ആന ഇടഞ്ഞ് അനുസരണക്കേട് കാട്ടുകയായിരുന്നു എന്നാണ് അവിടെ നിന്നും തൃശ്ശൂരിൽ നിന്നും സൂരജ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണുക. അതാണ് ആന ഇടഞ്ഞ ദൃശ്യങ്ങൾ. അവിടെ ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കുന്നംകുളത്ത് ആണ് ഈ ആന ഇടഞ്ഞ സംഭവം ഉണ്ടായത്. ഇതിപ്പോൾ ആവർത്തിക്കപ്പെടുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ. എന്തായാലും ഇപ്പോഴും ആനയെ പൂർണ്ണമായും തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ പാപ്പാന്മാരുണ്ട്, ഒപ്പം എലിഫന്റ് സ്ക്വാഡും ആ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആനയെ തളയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും അവിടെ നടക്കുകയാണ്. പത്തനംതിട്ടയിൽ നിന്ന് മറ്റൊരു വാർത്ത വരുന്നു. +2 വിദ്യാർത്ഥിയുടെ മോശം കൂട്ടുകെട്ട് ചോദ്യം ചെയ്ത സഹോദരനും ബന്ധുവിനും മർദ്ദനം. മണ്ണടി സ്വദേശിയായ സുനീഷിന്റെ തലയ്ക്കടിയേറ്റു. വിദ്യാർത്ഥിയുടെ കൂട്ടുകാരാണ് ഇവരെ മർദ്ദിച്ചത് എന്നുകൂടി മനസ്സിലാക്കുന്നു. വി ജയശങ്കർ പത്തനംതിട്ടയിൽ നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. എല്ലാ ദിവസവും ഇപ്പോൾ ഈ മർദ്ദന വാർത്തകളുണ്ട്. അത് ബന്ധുക്കളെന്നോ കൂട്ടുകാരെന്നോ എന്നൊന്നും അതിലൊരു പരിഗണനയുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദിക്കുന്ന അടികൂടുന്ന കുറേ ആൾക്കാരെ കാണുന്നു. എന്താണ് സംഭവിക്കുന്നത് നാടിനെന്ന് മനസ്സിലാവുന്നില്ല. ഇതെന്താണ് സംഭവം? മോശം കൂട്ടുകെട്ട് എന്ന് ചോദ്യം ചെയ്തതിന് +2കാരന്റെ കൂട്ടുകാർ ചേർന്ന് ബന്ധുക്കളെ അടിച്ചു. ഇതാണോ സംഭവം? അതായത് പ്രജിൻ, കേസിന് ആസ്പദമായ ഒരു സംഭവം നടക്കുന്നത് മാർച്ച് 2-ാം തീയതിയാണ്. ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടാകുന്നത്. ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട കഥ പോലീസ് പറയുന്നത് +2 വിദ്യാർത്ഥിയുടെ മോശം കൂട്ടുകെട്ട് ഈ സഹോദരനും ഒപ്പം തന്നെ ബന്ധുവും ചോദ്യം ചെയ്തു. ഇത്തരം കൂട്ടുകെട്ട് ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശം ഇവർ ഈ കുട്ടിയോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇങ്ങനെ +1 ഹോൾ ടിക്കറ്റ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടി വീട്ടിൽ വിദ്യാർത്ഥി എത്തിയ ആ സമയത്ത് കൂട്ടുകാരും ഉണ്ടായിരുന്നു. ആ സമയത്തും ഇതുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളൊക്കെ തുടർന്നു. പിന്നാലെയാണ് മാർച്ച് 2-ാം തീയതി ഇത്തരത്തിൽ കൂട്ടുകാർ സഹോദരനെ വലിയ തോതിൽ ക്രൂരമായി മർദ്ദിക്കുന്നത്. ഇത് പിടിച്ചു മാറ്റാൻ ശ്രമിച്ച ബന്ധുവിനെ, അതായത് പിതൃ സഹോദരനെ ഷോക്കാപ്സർ കൊണ്ട് തലക്കടിക്കുകയും ചെയ്തു. ഷോക്കാപ്സർ കൊണ്ട് അടിയേറ്റ മണ്ണടി സ്വദേശി സുധീഷ് ഗുരുതരമായൊരു അവസ്ഥയിലാണുള്ളത്. അദ്ദേഹത്തിനാണ് ഇത്തരത്തിൽ ക്രൂരമായൊരു മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ഇതിന്റെ തല തന്നെ അടിച്ചു പൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കേസുമായി ബന്ധപ്പെട്ട പ്രായപൂർത്തിയാകാത്ത 3 പേരുൾപ്പെടെ 5 പേരെ ഏനാത്ത് പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും മാർച്ച് 2-നായിരുന്നു സംഭവം. ആദ്യഘട്ടത്തിൽ ബന്ധുക്കളൊക്കെയാണ് പരാതി നൽകേണ്ടെന്നൊരു തീരുമാനം ഈ ബന്ധുക്കൾ എടുത്തു. പക്ഷേ ഇത് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ വിഷയം അറിയുകയും പോലീസിന്റെ കൂടി ഒരു ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കേസിലേക്ക് കുടുംബം പോയതെന്നാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ മോശം കൂട്ടുകെട്ടുകളെ കുറിച്ചൊക്കെ ഉപദേശിക്കുന്നത്. എന്തായാലും കൂട്ടുകാരുടെ എന്താണ് പറയുക, സഹോദരന്റെ കൂട്ടുകാർ ചേർന്നാണ് രീതിയിൽ മർദ്ദിച്ചത്. എന്താണ് ആ കൂട്ടുകെട്ട് ശരിയല്ല എന്ന് പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചതാണ് ഈ മർദ്ദനം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒന്നും പറയാനില്ല. നാട്ടിൽ നടക്കുന്നതൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രേക്ഷകർ ഇതൊക്കെ കാണുകയാണെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. വേനലായിട്ടും മില്ലുകൾ നെല്ലിന് കിഴിവ് ആവശ്യപ്പെടുന്നത് അപ്പർ കുട്ടനാട്ടിലെ നെൽ കർഷകരെ ദുരിതത്തിലാക്കുന്നു എന്നൊരു വാർത്ത കൂടിയുണ്ട്. നെല്ല് സംഭരിക്കണമെങ്കിൽ 10 കിലോ വരെ കിഴിവ് വേണം എന്നാണ് പല റൈസ് മില്ലുകളും ആവശ്യപ്പെടുന്നത്. ഈർപ്പമില്ലാത്ത സമയത്ത് കിഴിവ് ആവശ്യപ്പെടുന്ന റൈസ് മില്ലുകൾക്കെതിരെ ശക്തമായ നടപടി വേണം എന്ന് കർഷകർ പറയുന്നു. കോട്ടയം കൈപ്പുഴക്കരി പാടശേഖരത്തെ കാഴ്ചയാണിത്. ഒരാഴ്ചയായി നെല്ല് കൊയ്ത് പാടത്തിട്ടിരിക്കുകയാണ് കർഷകർ. കിഴിവിന്റെ പേരിൽ മില്ലുടമകളുമായി തർക്കമുണ്ടായതാണ് ഈ നെല്ല് ഇങ്ങനെ കിടക്കാൻ കാരണം. ഇവിടെ മാത്രമല്ല, അപ്പർ കുട്ടനാട്ടിൽ മിക്ക പാടങ്ങളിലും ഇപ്പോഴത്തെ പ്രതിസന്ധി ഇതുതന്നെയാണ്. ഇത്തവണ കാലാവസ്ഥ അനുകൂലമായിരുന്നു. മിക്ക കർഷകർക്കും തരക്കേടില്ലാത്ത വിളവും ലഭിച്ചു. പുഞ്ചകൃഷി വിജയകരമായിരുന്നുവെന്നാണ് കർഷകർ പറയുന്നത്. എന്നാൽ കത്തുന്ന വേനലിലും റൈസ് മില്ലുകൾ നെല്ലിന് കിഴിവ് ആവശ്യപ്പെടുന്നത് എന്തിനാണെന്ന് കർഷകർ ചോദിക്കുന്നു. എതിർക്കുന്ന കർഷകരുടെ നെല്ല് സംഭരിക്കാനും മില്ലുടമകൾ തയ്യാറാകുന്നില്ല.
അങ്ങനെയല്ല, ഇവരിപ്പോൾ എന്നാണെന്നറിയോ, ഇവരെല്ലാം കൂട്ടമായിട്ട് ആക്രമിക്കുന്ന ഒരു പരിപാടിയാണ്. മില്ലിൻ്റെ ഏജന്റുമാരുടെ ഒരു പുതിയൊരു തന്ത്രമാണ്. അവരിൽ തന്നെ ഒരു സംഘടിതരായിട്ട് ആക്രമിക്കുക നമ്മളെ. പിന്നെ അവർ പറയും QC ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഞങ്ങളോട് ഒരാഴ്ചയായിട്ട് ഇവർ QC ടെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. QC ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ PMO അവിടുന്ന് ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഉടനെ തന്നെ പറയും ഇത് 10 കിലോ കിഴിവ് കൊടുക്കേണ്ടതല്ല എന്ന് പറയും. പിന്നെ 10 കുറച്ച് നമുക്ക് കൊടുക്കാനേ മാർഗ്ഗമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പോകുന്നത്. 5 കിലോ മുതൽ 10 കിലോ വരെ കിഴിവ് വേണമെന്നാണ് പല മില്ലുകളും കർഷകരോട് ആവശ്യപ്പെടുന്നത്. ഉദ്യോഗസ്ഥരും മില്ലുടമകളുടെ നിലപാടിന് കൂട്ടുനിൽക്കുന്നുവെന്ന ആരോപണവും ഉയരുന്നുണ്ട്. വേനൽ മഴ ഉയർത്തുന്ന ഭീഷണി മൂലം പലരും കിഴിവ് നൽകാൻ തയ്യാറാകുന്നുണ്ട്. അല്ലാത്തവർക്ക് നെല്ല് സംഭരിക്കാൻ പലപ്പോഴും ജില്ലാ ഭരണകൂടത്തെ സമീപിക്കേണ്ട അവസ്ഥയാണ്. സാമ്പത്തികമായും ശാരീരികമായും ഏറെ ബുദ്ധിമുട്ടിയാണ് കർഷകർ ഈ കൃഷിയെല്ലാം ചെയ്യുന്നത്. അവരെയാണ് കിഴിവിൻ്റെ പേരിൽ മില്ലുടമകൾ ദ്രോഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് ഈ കർഷകർ ആവശ്യപ്പെടുന്നത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. ശിവ കോഴിക്കോട് ഒരു പ്രശ്നം പറയുന്നു. വേനലായിട്ടും ഇവിടെ കനാലുകളിൽ വെള്ളമില്ല, കൃഷിക്ക് ആവശ്യത്തിന് വെള്ളമില്ല എന്നാണ് കോഴിക്കോടുകാരിയായ ശിവ എന്ന് പറയുന്ന പ്രേക്ഷക പറയുന്നത്. അങ്ങനെ പലയിടങ്ങളിലും വെള്ളമില്ലാത്ത പ്രശ്നം അത് കൃഷിയെ ബാധിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ആലപ്പുഴയിൽ കണ്ടു. ഈ സമയത്ത് അവിടെ കുട്ടനാട്ടിലെ കർഷകർക്ക് നല്ല സമയമാണ്, പക്ഷേ നെല്ല് സംഭരിക്കാൻ ആ സമയത്ത് ഈ മില്ലുകൾ കാണിക്കുന്ന മനോഭാവമാണ് അവിടെ വിലങ്ങടിയായി മാറുന്നത്. അങ്ങനെ ഒരുപാട് പേർ പറയുന്നു. സ്കൂൾ കാലത്തെ ഈ പഴയ പോലെയല്ല ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞ് അതിനെ പറയുന്നു. അങ്ങനത്തെ അഭിപ്രായം പറയുന്നുണ്ട് ആരിഫ് ഹാഷിമി കളത്തൂരിൽ നിന്നും. അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സമയമില്ല, അതുകൊണ്ട് മറ്റ് വിഷയങ്ങൾ, ജനകീയ വിഷയങ്ങളൊക്കെ നമുക്ക് നാളെ ഇതേ സമയത്ത് പരിശോധിക്കാം. ഇനി ഇന്നത്തെ സ്വർണ്ണവില കാണാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. അപ്പോൾ കൂടുതൽ ജനകീയ വിഷയങ്ങളുമായി നാളെ വീണ്ടും 6:30 കാണാം.